നമസ്കാരം. UAE-യിലെ താമസ നിയമങ്ങളിൽ അടുത്ത കാലത്തുണ്ടായ പരിഷ്കാരങ്ങൾ പ്രവാസികൾ മനസ്സിലാക്കിയിരിക്കണം. വെറുമൊരു വാടക കരാറിനപ്പുറം രാജ്യത്തിന്റെ സുരക്ഷയും നഗരാസൂത്രണവും മുൻനിർത്തിയുള്ള കർശനമായ നിബന്ധനകളാണ് നിലവിലുള്ളത്. വാടകക്കാർക്കും വീട്ടുടമസ്ഥർക്കും ഇടയിലുള്ള തർക്കങ്ങൾ കുറയ്ക്കാനും സുതാര്യത ഉറപ്പാക്കാനുമായി ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് നിരന്തരമായി മാർഗനിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ പലപ്പോഴും പ്രവാസികളെ വലിയ പിഴകളിലേക്കും നിയമ നടപടികളിലേക്കും കൊണ്ടെത്തിക്കും. പ്രത്യേകിച്ച് അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിലും കെട്ടിടത്തിന്റെ ഘടനയിൽ വരുത്തുന്ന മാറ്റത്തിലുമൊക്കെ അധികൃതർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. 2026 പുതിയ സാഹചര്യത്തിൽ ഡിജിറ്റൽ സംവിധാനങ്ങളോടുകൂടിയുള്ള നിരീക്ഷണം ശക്തമായതിനാൽ ഓരോ വാടകക്കാരനും തങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. വിദേശ രാജ്യങ്ങളിൽ ജോലി തേടിയെത്തുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സ്വന്തം താമസ സ്ഥലത്ത് താമസിപ്പിക്കുന്നത് പ്രവാസികൾക്കിടയിൽ സാധാരണമാണ്. എന്നാൽ ദുബായിലെ വാടക നിയമങ്ങൾ പ്രകാരം ഇതിന് ചില നിബന്ധനകളുണ്ട്. 2007 ദുബായ് നിയമം നമ്പർ 26 പ്രകാരം വാടക കരാറിൽ പറഞ്ഞിട്ടുള്ള ആവശ്യത്തിന് മാത്രമേ ഒരു വസ്തു ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനാൽ കരാറിൽ സൂചിപ്പിച്ചിട്ടുള്ളതിൽ കൂടുതൽ ആളുകളെ താമസിപ്പിക്കുവാനോ വസ്തുവിന്റെ ഉപയോഗ രീതിയിൽ മാറ്റം വരുത്താനോ വീട്ടുടമസ്ഥന്റെ അനുവാദമില്ലാതെ കഴിയില്ല. ഈ വാടക നിയമം ഒരു വാടകക്കാരന് തന്റെ വീട്ടിൽ ബന്ധുവിനെ താമസിപ്പിക്കാൻ അനുവാദമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ്. കൂടാതെ വാടകക്കാരന്റെ കസിനെയോ സുഹൃത്തിനെയോ ആണ് താമസിപ്പിക്കുന്നതെങ്കിലും ഇത് സബ്ലീസായി കണക്കാക്കപ്പെടുന്നതും അത് നിയമവിരുദ്ധവുമാണ്. എന്നാൽ സന്ദർശക വിസയിലോ മറ്റോ എത്തുന്ന ബന്ധുക്കൾ കുറഞ്ഞ ദിവസത്തേക്ക് താമസിക്കുന്നതിന് സാധാരണയായി ഔദ്യോഗിക അനുമതിയുടെ ആവശ്യമില്ല. ഇത് ദീർഘകാലത്തേക്കുള്ള താമസമാണെങ്കിൽ വാടക കരാറിലെ നിബന്ധനകൾ ശ്രദ്ധിക്കണം. ജോലി കണ്ടെത്തുന്നത് വരെയോ മറ്റോ ഉള്ള കുറച്ചുകാല താമസമാണെങ്കിൽ സാധാരണയായി പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. കൂടാതെ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ആളുകളുടെ എണ്ണം കൂടിയാൽ ഇത് മുനിസിപ്പാലിറ്റി നിയമങ്ങളുടെ ലംഘനമായിട്ട് കണക്കാക്കും. അതിനാൽ ആദ്യം ഒരാളെ താമസിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ വാടക കരാറിൽ അധിക നിബന്ധനകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ചില കരാറുകളിൽ കുടുംബാംഗങ്ങൾ അല്ലാത്തവർ താമസിക്കുന്നത് വിലക്കാറുണ്ട്. അതിനാൽ നിങ്ങളോടൊപ്പം താമസിക്കാൻ വരുന്നുണ്ടെങ്കിൽ വീട്ടുടമസ്ഥനെയോ റിയൽ എസ്റ്റേറ്റ് കമ്പനിയോ ഒരു മെയിൽ വഴി അറിയിക്കുന്നത് എപ്പോഴും നല്ലതാണ്. UAE-യിൽ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നത് ഭാവിയിൽ പുറത്താക്കൽ പോലുള്ള നടപടികളിൽ നിന്ന് സംരക്ഷിക്കും. UAE-യിലെ മാറുന്ന വിപണി സാഹചര്യങ്ങളിൽ വാടക നിയമങ്ങൾ പാലിക്കുന്നത് ഒരു താമസക്കാരന്റെ മാത്രം ബാധ്യതയല്ല, മറിച്ച് സമൂഹത്തിന്റെ പൊതുവായ സുരക്ഷയുടെ കൂടി ഭാഗമാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി വാടക കരാറുകൾ കൂടുതൽ സുതാര്യമായതോടെ നിയമലംഘനങ്ങൾ കണ്ടെത്തുക എളുപ്പമായിരിക്കുന്നു. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം നിലയ്ക്ക് പരിഹരിക്കാൻ ശ്രമിക്കാതെ റെന്റൽ ഡിസ്പ്യൂട്ട് സെന്ററിനെ സമീപിക്കുകയാണ് നല്ലത്. വാടക നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവും ധാരണയും ഉണ്ടെങ്കിൽ ഉടമകളുടെ അന്യായമായ ആവശ്യങ്ങളെ പ്രതിരോധിക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനും എല്ലാം കഴിയും. നിയമങ്ങൾ കൃത്യമായി പാലിച്ച് മാന്യമായ ഒരു പ്രവാസ ജീവിതം നയിക്കാൻ ഓരോ താമസക്കാരനും ശ്രദ്ധിക്കണം. വിസ കിട്ടി ഗൾഫിലെത്തിയാൽ അടുത്തത് താമസിക്കാൻ നല്ലൊരിടം കണ്ടെത്തുക എന്നുള്ളതാണ്. താമസിക്കാൻ നല്ലൊരിടം കിട്ടുക എന്നുള്ളത് ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചും വലിയൊരു കാര്യമാണ്. ബജറ്റ് തെറ്റാതെ വേണം നല്ലൊരു വീടോ അപ്പാർട്ട്മെന്റോ ഒക്കെ കണ്ടെത്താൻ. ബജറ്റ് എങ്ങാനും കൂടിയാൽ അത് പ്രവാസിയുടെ നാട്ടിലേക്ക് അയക്കുന്ന പണത്തെയും മറ്റു കാര്യങ്ങളെയെല്ലാം ബാധിക്കും. അതുകൊണ്ടൊരു നല്ല വാടക വീടോ അപ്പാർട്ട്മെന്റോ കിട്ടുക എന്നുള്ളത് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. വാടക കരാറിനെ നിസ്സാരമായി കാണാൻ ശ്രമിക്കരുത്. വാടക കരാറിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അന്യായമായ രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നിയമ നടപടി പെട്ടെന്ന് സ്വീകരിക്കാനും അതുമായി മുന്നോട്ട് പോകാനും എല്ലാം സാധിക്കും.